ക്ലബ് വേൾഡ് കപ്പിനോട് വിട പറഞ്ഞ് ഇന്റർ മിയാമി. കളിയിൽ ഉടനീളം മിയാമിക്ക് ഒരു റോളും കൊടുക്കാതെ PSG. ഫുട്ബോൾ ലോകം അടക്കി വാഴുന്ന PSG. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ ഇന്ന് നടന്ന PSG വേഴ്സസ് ഇന്റർ മിയാമി മത്സരം, അതായത് ക്ലബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16 മത്സരം PSG സിമ്പിളായി വെറുതെ അങ്ങ് ജയിച്ചു കയറി. അപ്പോൾ ഇതോടുകൂടി ഇന്റർ മിയാമിയുടെ ക്ലബ് വേൾഡ് കപ്പിലെ ഓട്ടം അവസാനിക്കുകയാണ്. അവര് ക്ലബ് വേൾഡ് കപ്പിനോട് വിട പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താ പറയാ, നമ്മളുടെ റൗണ്ട് ഓഫ് 16 ഇപ്പോൾ ഒരു 3 മത്സരങ്ങൾ കഴിഞ്ഞു. അപ്പൊ അതില് നമ്മളുടെ പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആദ്യം ഒരു പ്രഡിക്ഷൻസ് വീഡിയോ ചെയ്തിരുന്നു. അതില് 2 ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതില് ഒരെണ്ണം നമുക്ക് പാളി. നമ്മൾ ബൊട്ടഫോഗോ ജയിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ അത് നടന്നില്ല. പകരം പാൽമേരാസ് ആണ് ജയിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബെൻഫിക്ക വേഴ്സസ് ചെൽസി മത്സരം, ചെൽസി വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ചെൽസി വിജയിച്ചു കയറി. അതേപോലെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു PSG വേഴ്സസ് ഇന്റർ മിയാമി. നമ്മൾ കഴിഞ്ഞ ഇതിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു PSG വേഴ്സസ് ഇന്റർ മിയാമി, PSG അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമായിരുന്നു. അതിൽ വേറെ വലിയ ഫാക്ടോ കാര്യങ്ങളോ ഒന്നും പറയാം, നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു. അത് അതേപടി തന്നെ ആയിരുന്നു ഇന്നത്തെ കളിയും. ശരിക്കും പറഞ്ഞ എന്താ പറയാ, മത്സരത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ PSG മൊത്തത്തിൽ അങ്ങ് എടുത്തു. ഒരു രീതിയിലുമുള്ള ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ ഒന്നിനും, അല്ലെങ്കിൽ ഒരു റോളിന് പോലും, മരുന്നിന് പോലും ഒരു റോള് ഇന്റർ മിയാമിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അത് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഈ മത്സരം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു 4-0 എന്ന സ്കോർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷെ ഞാൻ ആദ്യം കളി കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഒരു 10-10 നിൽക്കില്ല എന്ന് വരെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇന്റർ മിയാമിക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന് ഞാൻ പറയാം. കാരണം പല സാധനങ്ങളും ഗോൾ ആവാതെ പോയി. അപ്പോൾ അത് ഒരു വലിയ ഭാഗ്യമായിരുന്നു. അപ്പോൾ നമ്മൾ മത്സരത്തിന്റെ ഒരു സ്റ്റാറ്റസിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ 19 ഷൂട്ടാണ് PSG അടിച്ചത്. അതിൽ 9 ഓൺ ടാർജറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്റർ മിയാമി 8 ഷൂട്ടുകളും 3 ഓൺ ടാർജറ്റുകൾ മാത്രമാണ് ചെയ്തത്. പൊസിഷനൊക്കെ നോക്കിയാൽ 67% PSG, 33% ഇന്റർ മിയാമി. PSG 733 പാസുകളൊക്കെ അവരുടെ കയ്യിലായിരുന്നു ബോള്. അപ്പുറത്ത് മിയാമി കളിച്ചത് 359. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടോട്ടലി കളി തുടക്കം മുതൽ അവസാനം വരെ PSG, എനിക്ക് ഞാൻ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ ഒരു പകുതി ഗ്രൗണ്ടിൽ മാത്രം കളി നടക്കുന്ന ഒരു ഫീലായിരുന്നു. അപ്പുറത്ത് മാത്രം കളി നടക്കുന്നു. അതും PSG-യുടെ പ്ലേയേഴ്സിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് തന്നെ, അവരെന്തോ ഒരു പ്രീ സീസൺ മാച്ച് ഒക്കെ ഏതോ ചെറിയൊരു ക്ലബ്ബുമായിട്ട് ഫ്രണ്ട്ലി ഒക്കെ കളിക്കുന്ന പോലത്തെ ഒരു മനോഭാവത്തിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. നമുക്കത് ചില ടച്ചുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ആ ഒരു പ്ലെയർ ആറ്റിറ്റ്യൂഡ് തന്നെ. അവർ ഭയങ്കര സിമ്പിളായി കൂളായി വെറുതെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഡൊണാറുമ്മനാണെങ്കിൽ ഞാൻ വെച്ച് പുള്ളി ഉറങ്ങുന്നു. പുള്ളിക്ക് ഒരു പണിയില്ല, പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യേണ്ടാതിരുന്ന ഒരു മത്സരമായിരുന്നു ഡൊണാറുമ്മനെ. അത് എനിക്ക് തോന്നുന്നു 19ാമത്തെ മിനിറ്റിലാണോ 25ാമത്തെ മിനിറ്റിലാണോ, എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും 19/25 ഈ ഒരു മിനിറ്റിലാണ് ഡൊണാറുമ്മന്റെ ആദ്യത്തെ ടച്ച് വരുന്നത്. ഡൊണാറുമ്മന്റെ അടുത്തേക്ക് ആദ്യം ബോൾ ചെല്ലുന്നത് കമന്ററിയിൽ ആ സമയത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അന്നേരം അതിങ്ങനെ നോട്ട് ചെയ്തു. അപ്പൊ എനിക്ക് കറക്റ്റ് എഴുതി വെക്കാൻ പറ്റിയില്ല. അപ്പോൾ 19ആണോ 25, എന്തായാലും ഈ 2 ടൈമിൽ എപ്പോഴും ആണ്. അതായത് അങ്ങോട്ട് പന്ത് വരുന്ന അപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ PSG 4 അടിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫിൽ പിന്നെ ഗോളുകളൊന്നും ഇട്ടില്ല. അത് മിയാമിയുടെ ബ്രില്യൻസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ കാര്യം നടത്തില്ല. 4 ഫസ്റ്റ് ഹാഫിൽ അടിച്ചെങ്കിൽ ഒരു 6 സെക്കൻഡ് ഹാഫിൽ അടിക്കാനുള്ള പരിപാടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ PSG അടിച്ചില്ല. അതിന്റെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇന്റർ മിയാമിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോ വലിയ വലിയ പ്ലെയേഴ്സിനെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അവരുടെ ഒരു പീക്ക് ടൈമിൽ അവർ വലിയ പ്ലെയേഴ്സ് ആയിരുന്നായിരിക്കും. ഇപ്പം സുവാരസ് ഒക്കെ ആണെങ്കിലും ബുസ്കറ്റ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ പീക്ക് ടൈമിൽ അവർ ഭയങ്കര പ്ലെയേഴ്സ് ആയിരുന്നായിരിക്കും. അവരിപ്പോ പ്രായമായി, അവരുടെ എൻഡ് സമയമാണ്. അവരെ കൊണ്ടുവന്നിട്ട് PSG പോലെ ഒരു സൂപ്പർ ടീമിനെതിരെ കളിക്കുമ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കണ്ട. അപ്പൊ നമ്മള് ഇപ്പം MLS ഇവരൊക്കെ ഈ ഒരു അവരുടെ കരിയറിന്റെ ടൈമിലാണ് ഇപ്പോൾ MLS-ലേക്കൊക്കെ ഇവർ വന്നിരിക്കുന്നത്. ഇതൊരു MLS-ന്റെ വിജയമായിട്ടോ അല്ലെങ്കിൽ ഇന്റർ മിയാമിയുടെ വിജയമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അവര് കരിയറിന്റെ ടൈമിൽ വന്ന് അവിടെ കളിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ISL-ലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും നമുക്ക് അതേപോലെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നൂടെ. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഈ ഇന്റർ മിയാമിയുടെ ടീം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം MLS തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ ഈ ഇന്റർ മിയാമി എന്ന ടീമിന്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ പേര് കേട്ട കുറച്ച് കിളവന്മാരെ കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ISL-ഒക്കെ എടുത്താൽ തന്നെ നമ്മൾക്കും വേണമെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതേപോലുള്ള കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ. നമ്മൾ മാക്സിമം നല്ല പ്ലേയേഴ്സിനെ മേക്ക് ചെയ്ത് അവരെ കളിപ്പിക്കും. ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ല. അവര് എന്താ അവരുടെ ഒരു ഊർജം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറയാം ഈ PSG തന്നെ നോക്കാം. PSG
PSG കുറെ സൂപ്പർ ടീമിനെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന ടീമാണ്. അപ്പൊ ഇപ്പൊ മെസ്സി, നെയ്മർ, എംബാപ്പെ, ആരൊക്കെ വേണം, റാമോസ്, എല്ലാവരും കൂടെ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ഇതല്ല റൈറ്റ് വേ എന്ന് മനസ്സിലാക്കിയ PSG മാനേജ്മെന്റ് പെട്ടെന്ന് അവരെയൊക്കെ സെല്ല് ചെയ്തു, എംബാപ്പെ വരെ സെല്ല് ചെയ്ത് അവര് ഇന്ന് കറന്റ്ലി വേൾഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിനെ, അതും ചെറിയ പിള്ളേരെ, ബെസ്റ്റ് പ്ലേയേഴ്സിനെ അവർ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ടീം ബിൽഡ് ചെയ്തെടുത്തു. ഇപ്പോ അവരാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ PSG ആണ് ഇപ്പോ വേൾഡിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് PSG തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അവര് ഒരു മാനേജറെ കൊണ്ടുവന്നത് തന്നെ എനിക്ക് തോന്നുന്നു തോമസ് തുഷേലിന് പുള്ളി അതിനുശേഷം ഇപ്പോ മികച്ച ഒരു മാനേജർ ഇപ്പോഴാണ് PSG എത്തിയത്. അപ്പം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ കാര്യങ്ങൾ അങ്ങ് മാറി. പ്ലേയേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയാം. കാരണം പുള്ളി ആദ്യമായിട്ടല്ല ഒരു സൂപ്പർ ടീമിനെ പരിശീലിപ്പിക്കുന്നത്, പുള്ളി അതൊക്കെ പണ്ടേ വിട്ട കേസാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ PSG ശരിക്കും ഇപ്പൊ കണ്ടുപഠിക്കേണ്ട ഒരു ടീം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. കാരണം അവര് അത്രയും വലിയൊരു ക്ലബ്ബാണ്. ആ ഒരു ക്ലബിന് ഇങ്ങനെ ചെറിയ പിള്ളേരെ കളിപ്പിച്ച് ശീലിപ്പിച്ച മാനേജർമാരൊന്നും അല്ല അവിടെ വേണ്ടത്. അപ്പൊ അവിടെ വേണ്ടത് ഇപ്പൊ PSG എന്ന് പറയുമ്പോൾ അഗൈൻ PSG വന്നുകൊണ്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ലെജൻഡറി ക്ലബ്ബാണ്. അവിടെ കളിക്കുന്ന പ്ലേയേഴ്സിനാണെങ്കിലും അവിടെ വരുന്ന മാനേജർമാർക്കാണെങ്കിലും ഒക്കെ ആ ഒരു പ്രഷർ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്ത് ശീലമുള്ള ഒരു മാനേജറാണ് ആദ്യം അവിടെ വേണ്ടത്. അപ്പോൾ അതിപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മനസ്സിലായിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു മാനേജറും ഇല്ല. അവര് എന്താ പറയാ, പോയതിനു ശേഷം അവര് എറിക് ടെൻ ഹാഗിനെ കൊണ്ടുവന്നു. അത് എറിക് ടെൻ ഹാഗൊക്കെ എന്താ അജാക്സിൽ പുലിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്താ കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയാം. അപ്പൊ പുതിയ മാനേജർ വന്നിരിക്കുന്നു, ആളെ സ്പോർട്ടിംഗ് സിറ്റി എന്നാണ് തോന്നുന്നു സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ പ്ലേയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മാനേജർ വേണം. അതേപോലെ തന്നെ ഇവരുടെ സ്പോർട്ടിംഗ്, അതായത് പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കുന്ന പരിപാടിയും കൂടി കുറച്ച് അടിപൊളിയാക്കണം. ഞാൻ നോക്കിയിട്ട് PSG ഭയങ്കരമായിട്ടാണ് അവർ പ്ലേയേഴ്സിനെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെയൊക്കെ സ്കൗട്ട് ചെയ്യാനൊക്കെ അവർക്ക് പറ്റിയാലെന്നല്ല, പറ്റണം. കാരണം PSG ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ തോന്നിയ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമ്മൾ ഈ മത്സരം എന്തായാലും PSG വിജയിക്കും എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. ഇതിൽ പിന്നീട് നമുക്ക് വലിയതായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ലയണൽ മെസ്സി എന്ന മനുഷ്യനെ തന്നെയായിരുന്നു. പക്ഷെ ആൾക്കും ശരിക്കും പറഞ്ഞാൽ വേണ്ട രീതിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആളിനെ നമ്മൾ എന്ത് പറയാനാണ് അതിനകത്ത്. പിന്നെ PSG താരങ്ങളൊന്ന് സീരിയസ് ആയ ഒരു മൊമെന്റ് ഞാൻ കണ്ടിരുന്നു. അത് ലാസ്റ്റ് ആ ഒരു 90 മിനിറ്റിന്റെ 87 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഇവർക്ക് ഇന്റർ മിയാമിക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. അത് ജസ്റ്റ് ആ ബോക്സിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നാണ് ആ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മെസ്സിസ് ടൈം, മെസ്സി ഗോൾ ഇടാൻ പോകുന്നു. ആ ഒരു സമയത്ത് PSG പ്ലേയേഴ്സ് എല്ലാം പെട്ടെന്നൊന്ന് സീരിയസ് ആയി. കാരണം ഡൊണാറുമനൊക്കെ ക്ലീൻ ഷീറ്റ് പോകരുത്, ഏത് രീതിയിൽ വരയ്ക്കാത്തത് കയറ്റരുത്, അങ്ങനെ എങ്ങനെ ഇല്ലാത്തത് ഇടും എന്നൊക്കെ ഉള്ള ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മറന്ന് എല്ലാവരുടെ ഫേസിലൂടെ, എക്സ്പ്രഷനിലൂടെ, അവരുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അത് ഗോളായിരുന്നെങ്കിലും. പക്ഷെ അത് ഗോൾ ഇടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. PSG ബോളിൽ തട്ടി തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ അതൊരു ഗോൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു മെസ്സിയെ സംബന്ധിച്ച്. കാരണം മെസ്സിയെ ആരാധിക്കുന്ന ആളുകൾ ഒരുപാട് പേരുന്ന് കളി കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ക്ലബ് വേൾഡ് കപ്പ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാതിരുന്നവർ പോലും പലരും ഇന്ന് ഈ മത്സരം കണ്ടിട്ടുണ്ട്. PSG വേഴ്സസ് ഇന്റർ മിയാമി മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടിട്ടല്ല, മെസ്സി എന്ന മനുഷ്യനോടുള്ള ആരാധനയും ആളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ആളിനെ നെഞ്ചിലേറ്റിയേക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ആൾക്കും ഇന്ന് തിളങ്ങാനൊന്നും ആയില്ല. പക്ഷെ എന്തായാലും PSG ക്വാർട്ടർ ഫൈനലിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. താങ്ക് യു.